മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിന്റെ ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞു തുടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ മരണം കേവലം ഒരു അപകട മരണമല്ലെന്നും ആസൂത്രിതമായ കൊലപാതകമാണെന്നും ആരോപിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ അനന്തരവനും MLA-യുമായ രോഹിത് പവാർ അജിത് പവാറിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയത്. ജനുവരി 28-ന് ബാരാമതിയിൽ നടന്ന വിമാനാപകടം വെറുമൊരു സാങ്കേതിക പിഴവല്ലെന്നും അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നുമാണ് രോഹിത് പവാർ ആരോപിച്ചത്. അജിത് പവാറിന്റെ മരണത്തിൽ തെലുങ്ക് ദേശം പാർട്ടിക്കും കേന്ദ്ര വ്യോമയാന മന്ത്രിക്കും പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന ഏറ്റവും പുതിയ തെളിവുകളാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട ലിയജെറ്റ് 45 വിമാനത്തിന്റെ ഓപ്പറേറ്ററായ VSR വെഞ്ചേഴ്സ് എന്ന കമ്പനിയും TDPയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന തെളിവുകളാണ് രോഹിത് പവാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പങ്കുവച്ചിരിക്കുന്നത്. TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ കുടുംബത്തിന് വിമാന കമ്പനിയുമായി നേരിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണെന്ന് രോഹിത് പവാർ പറയുന്നു. VSR വെഞ്ചേഴ്സിന് വായ്പ നൽകിയ ഹെറിറ്റേജ് ഫിൻലീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ നാരാ ഭുവനേശ്വരിയും മരുമകൾ ബ്രാഹ്മണിയും അംഗങ്ങളാണ്. അതീവ ഗൗരവകരമായ ഈ കൂട്ടുകെട്ട് നിലനിൽക്കെ TDP നേതാവ് കൂടിയായ കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പു രാം മോഹൻ നായിഡു സ്ഥാനത്ത് തുടരുന്നത് അന്വേഷണത്തെ പൂർണ്ണമായും അട്ടിമറിക്കുമെന്നും രോഹിത് പവാർ ആരോപിക്കുന്നു. അപകടം നടന്ന ഉടൻ തന്നെ യാതൊരു അന്വേഷണവുമില്ലാതെ വിമാന കമ്പനിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന രീതിയിൽ മന്ത്രി പ്രസ്താവന നടത്തിയത് ഇതിന് തെളിവാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ മന്ത്രി രാംമോഹൻ നായിഡു എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്നും മന്ത്രിക്കും വിമാന കമ്പനിക്കുമിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കത്തയച്ചു. VSR വെഞ്ചേഴ്സ് ഡയറക്ടർ രോഹിത് സിംഗിന്റെ വിവാഹത്തിൽ TDP നേതാക്കൾ പങ്കെടുത്തതും ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. അജിത് പവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട തെലുങ്ക് ദേശം പാർട്ടിക്കുള്ള അവിശുദ്ധ ബന്ധം കൂടി രോഹിത് പുറത്തുവിട്ടതോടെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ TDPക്കെതിരെ ഉന്നയിച്ച ആരോപണം കൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. 2024-ൽ നടന്ന ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TDP നടത്തിയ അസാധാരണമായ കുതിപ്പിൽ അട്ടിമറി നടന്നുവെന്നാണ് പരകാല ആരോപിച്ചത്. ആകെയുള്ള 175 സീറ്റിൽ 164 എണ്ണം അവർ നയിച്ച NDA ജയിച്ചു. പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25-ൽ 21 സീറ്റും NDA തൂത്തുവാരി. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെയുള്ള നരേന്ദ്രമോദിയെപ്പറ്റി നായിഡുവിന്റെ അഭിപ്രായം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറും വൃത്തികെട്ടവനാണെന്നും ഭൂലോക തരികിടെ ആണെന്നും ഭീകരൻ ആണെന്നുമെല്ലാമായിരുന്നു ആന്ധ്ര മുഴുവൻ നായിഡു പറഞ്ഞു നടന്നിരുന്നത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതോടെ ഇരുവരും കട്ടച്ചങ്കുകളായി മാറുന്നതും കണ്ടു. ഒറ്റ ദിവസത്തെ ചർച്ച കൊണ്ട് ഈ രണ്ട് നേതാക്കന്മാരുടെയും പാർട്ടികൾ ഒരു മുന്നണിയിൽ മത്സരിക്കുന്നു. അധികാരത്തിൽ നിന്ന് പുറത്തായ മോദിയെ നായിഡുവിന്റെ TDP താങ്ങി നിർത്തുന്നു. ആ താങ്ങി നിർത്തൽ ആന്ധ്രയിലെ മുകളിൽ പറഞ്ഞ താങ്ങാനുള്ള പ്രത്യുപകാരമായിരുന്നുവെന്ന് പരകാല അടിവരയിട്ട് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിയിലൂടെയാണ് നായിഡു ആന്ധ്രയുടെ ഭരണം പിടിച്ചതെന്നാണ് പരകാല ആക്ഷേപിക്കുന്നത്. എല്ലാം കൂട്ടിക്കിച്ച് നോക്കുകയാണെങ്കിൽ അജിത് പവാറിന്റെ മരണത്തിൽ TDP എന്ന പാർട്ടിക്ക് പങ്കുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഈ കേസ് പാർലമെന്റിൽ ഉയർത്താൻ രോഹിത് പവാർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്.